ഹായ് ഫ്രണ്ട്സ്, ആരംഭ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിലുള്ള നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ ഡെൻഡ്രോബിയത്തിൽ അവൈലബിൾ ആണ്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ കളേഴ്സാണെന്നും എത്ര രൂപയാണെന്നും എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ വഴി അറിയാം. ഇപ്പോഴത്തെ പ്ലാന്റ്സ് എല്ലാം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആട്ടോ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. എനിക്ക് സീഡ്ലിങ്സ് എന്ന് പറയാൻ ആക്ച്വലി പറ്റത്തില്ല, അത്രയ്ക്കും വലിപ്പമുള്ളതായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ടോ, ഓരോ പ്ലാന്റും കണ്ടോ, മൾട്ടി ഷൂട്ടഡ് ആയിട്ടുള്ളതും എല്ലാം എന്ന് ഞാൻ പറയത്തൊന്നുമില്ല, കാരണം ചില വെറൈറ്റീസ് അതിലും മാറ്റം വരാറുണ്ട്. അപ്പോൾ കണ്ടോ, സൈസ് കണ്ടോ, മറ്റേ തീരെ ചെറിയ സൈസ് എന്നുള്ള രീതിയിലുള്ള പ്ലാന്റ്സ് അല്ല, കുറച്ച് വലിയ പ്ലാന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമുക്കൊരു ആവറേജ് സൈസിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു സാധാ സീഡ്ലിംഗ് സൈസിലാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത വന്നിട്ട് എല്ലാം ടാഗ്ഡ് പ്ലാന്റ്സ് ആണ്, ടാഗോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതേപോലത്തെ ടാഗുള്ള പ്ലാന്റ്സ് ആണ്. കുറേ ഇപ്പോഴത്തെ കളക്ഷൻ വന്നിരിക്കുന്ന എല്ലാം പുതിയ ടാഗുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സോണിയ എറിക്ക എന്നുള്ളൊരു പ്ലാന്റിൻ്റെ സൈസാണ്, നല്ല പ്ലാന്റ് സൈസാണ് ഇപ്പോഴത്തെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓഫർ റേറ്റ് പറഞ്ഞു തരാം. ഇതിപ്പോൾ ടാഗ്, ഇപ്പോൾ എല്ലാവർക്കും ഉള്ള കംപ്ലൈൻ്റ് ആണ് ടാഗില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാം ടാഗുള്ള പ്ലാന്റ്സ് തന്നെ നോക്കി ഇറക്കിയിരിക്കുന്നത്. അതും അപ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടാഗ്ഡ് പ്ലാന്റ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, ടാഗൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും IDs ഒന്നും മാറത്തില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വന്ന പ്ലാന്റ്സ് എല്ലാം അതുകൊണ്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അങ്ങനത്തെ ഒരു പരാതിയും കാര്യങ്ങളൊന്നും വരാതെ. നിങ്ങൾക്കാണെങ്കിലും ഈ പ്രിൻ്റഡ് ടാഗ് ആകുമ്പോൾ ചീത്തയാവത്തോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റിൽ ഈ ടാഗ്ഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സിൽ. അപ്പം ഓഫർ പറയാം, നമ്മുടെ കോംബോ റേറ്റ് പറയാം. ഇത് ഒരു പ്ലാന്റ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 125 രൂപയാണ്. ഇത്രയും വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് വെറൈറ്റീസിൻ്റെ. നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടാഗുള്ള പ്ലാന്റ്സ് ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. എല്ലാവരും പറഞ്ഞതുകൊണ്ട് മാത്രമേ ഇപ്രാവശ്യം ടാഗുള്ള പ്ലാന്റ് തന്നെ നോക്കിയെടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ടാഗുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് മേടിച്ച് വയ്ക്കാം. 95% ID കറക്റ്റ് ID ആയിരിക്കും വരിക, അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ 5% എന്തുകൊണ്ടാണ് ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊക്കെ തായ്ലാൻഡിൽ നിന്നും പല കൈമറിഞ്ഞ് വരുന്ന സാധനങ്ങളാണ്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം ഒന്നും യാതൊരു മാറ്റവും ഒരു ചെടികൾക്കും വരാറില്ല. പക്ഷേ ഇതിനകത്തൊക്കെ വ്യത്യാസം വരുന്നത് തായ്ലാൻഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വരുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചിലപ്പോഴൊക്കെ വ്യത്യാസം ID വ്യത്യാസം വരുന്നത്. അത് നമുക്ക് വളരെ കുറവാണ് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരുന്നത്. പക്ഷെ എന്നാലും വരാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ടാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാം. കറക്റ്റ് ഫ്ലവർ തന്നെയായിരിക്കും വരിക എന്ന് നമുക്ക് കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ റേറ്റ് ഒന്നും കൂടെ പറയാം. ഒരു പ്ലാന്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 125 രൂപയാണ്, ഇത്രയും വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ്. അതേസമയം നിങ്ങൾ 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, 5 പ്ലാന്റ് കോംബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിന് 120 രൂപ വെച്ചായിരിക്കും റേറ്റ് വരുന്നത്, 5 പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ. അതേസമയം നിങ്ങൾ 10 പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് 110 രൂപ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഈ ഓഫറിൽ കിട്ടുന്നത് ഇത്രയും. അപ്പം ഒരു 10 പ്ലാന്റൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു കോംബോ റേറ്റാണ് 110 രൂപ പ്ലസ് CC ആയിരിക്കും വരുന്നത്. 20 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് 105 രൂപയായിരിക്കും. ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള വിത്ത് ടാഗോട് കൂടിയുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുക. അപ്പോൾ 105 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. DTDC വഴി, സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട്. ഏതാണ് കൊറിയർ എന്ന് പറയുവാണെങ്കിൽ ആ കൊറിയർ പ്രകാരം നമ്മൾ അയച്ചു തരുന്നതാണ്. പിന്നെ ഒത്തിരി പേര് പറയുന്നത് പ്ലാന്റ് കൈ കിട്ടുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാം ഉണങ്ങിയ റൂട്ട്സ് ആണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഉണങ്ങിയ റൂട്ട്സ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കട്ട് ചെയ്ത് കളയണം. നിങ്ങളിത് പോട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഫ്രഷ് റൂട്ട്സ് ഇവിടുന്ന് ഈ സൈഡിൽ നിന്നൊക്കെ വരുന്നത്. ഈ റൂട്ട് നമുക്കിവിടെ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ പ്ലാന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ, ചീത്തയാവോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് നിങ്ങൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുക, അതിൻ്റെ റൂട്ടിൻ്റെ ഫെർട്ടിലൈസറും ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് പുതിയ റൂട്ട്, കാരണം ഇത് 1 ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റ് ആണ്.
അപ്പോൾ അത് നിങ്ങൾ പോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പുതിയ പുതിയ റൂട്ട്സ് പൊട്ടി വരുന്നത്. അതുകൊണ്ട് റൂട്ട് അയ്യോ എല്ലാം ഡ്രൈ റൂട്ടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവും. അത് സാഫ് കലക്കിയ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് പ്ലാന്റ് ഫുള്ളായിട്ടൊന്ന് മുക്കി വെച്ച് പിന്നെ ഡ്രൈ ചെയ്തതിന് ശേഷം പോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അത് നമ്മളടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് ഞങ്ങളത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പം അത് ശരിയായി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പലരും മെസ്സേജ് ഇടാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ വേണം. ഇപ്പോൾ കാണിക്കുന്ന കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് 30ഓളം കളേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഇട്ട് തന്നാൽ മതി. നിങ്ങളൊരു മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് അതിൻ്റെ കോഡ് നമ്പർ മുകളിലുണ്ടാവും. D289 292 എന്ന നമ്പർ മാത്രം നിങ്ങൾ ഇട്ട് തന്നാൽ മതി. അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ പ്ലാൻസ് അയക്കാം. ഇത്രയും വലിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ബ്ലൂമിങ്ങിനുള്ളതും ഇതിനുള്ളതും പോട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊടുത്തു തുടങ്ങാം. എന്ന് വെച്ചാൽ അത്രയും വലിയ പ്ലാന്റ്സ് ആണ് ഉള്ള വെറൈറ്റീസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്ലൂമിങ്ങിനുള്ളതൊക്കെ ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം. എന്നാലും ഉടനെ കൊടുക്കേണ്ട, ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് കൊടുത്തു തുടങ്ങിയാൽ മതി. അപ്പോൾ ബ്ലൂമിങ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. വലിയ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് പറയുന്നത്, ചെറിയ സീഡ്ലിങ്സിൽ ഞാൻ പറയാറില്ല. അപ്പോൾ കറക്റ്റ് ഫെർട്ടിലൈസർ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ മാക്സിമം കൊടുക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ പ്ലാന്റ് മുന്നോട്ടും വളരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് പ്ലാന്റിൻ്റെ ഗ്രോത്ത് സ്റ്റക്കായി പോകും. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുക. പോട്ട് ചെയ്യുന്നതും എങ്ങനെ പോട്ട് ചെയ്യണം, ഏത് പോട്ടാണ് യൂസ് ചെയ്യണം, മെയിനായിട്ട് നോക്കുക. നിങ്ങൾ ഈ ചെറിയ പ്ലാന്റിനെ കൊണ്ടുവന്ന് വലിയ പോട്ടിലൊന്നും വച്ച് കളയരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യുക. അതിൻ്റെ ചാനലിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കി മാത്രം പോട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട്, സെയിം വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.